ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ലെയർ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചീസ് കേക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു 3 ലെയർ പുഡിംഗ് ആണ്. അടിയിൽ ബിസ്ക്കറ്റും പിന്നെ ചീസ് ക്രീമും മുകളിൽ ചോക്ലേറ്റ് ലെയറും കൂടി വെച്ചിട്ടുള്ള നല്ലൊരു റിച്ച് ആൻഡ് ക്രീമി പുഡിംഗ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ഞാനിപ്പം നമ്മൾ മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 3 പാക്കറ്റ് ചെറിയ 3 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അളവൊക്കെ ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിലേക്ക് 1/4 കപ്പ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ബട്ടർ, ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ മതി. ഏകദേശം നോക്കാം, 4 ടേബിൾ സ്പൂൺ, ചിലപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂൺ വേണ്ടി വരും. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പരുവം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് ബേസ് ലെയർ ആയിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അതിനനുസരിച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു ക്രീമിലാണ് നമ്മൾ ഒരുമിച്ചാണ് ഈ നടുവത്തെ ലെയർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അത്യാവശ്യം സ്റ്റിഫാവുന്ന ക്രീം എടുക്കുക. ഡയറി അല്ലാണ്ട് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ക്രീം എടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് അധികം സ്റ്റിഫാവാണ്ട് അത്യാവശ്യം ഒരു പീക്കാവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്രീം ഇപ്പം ആദ്യം ലോ സ്പീഡിലിട്ട് പിന്നെ മെല്ലെ സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ക്രീം ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നമ്മൾ ബൗളിനനുസരിച്ചിട്ട് ക്രീം എടുക്കുക. ഞാനിപ്പം ഒരു സാധാ ഒരു 2 ലിറ്ററിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാരമലിൻ്റെ പുഡിംഗ് പൗഡറാണ്. നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരമൽ പുഡിംഗ് പൗഡർ നമുക്ക് കിട്ടും. മുകളിൽ ടോപ്പിങ്ങിനുള്ള സോസൊക്കെ ഉള്ള പുഡിംഗ് പൗഡർ വാങ്ങാൻ കിട്ടും. അതിൽ ആ പൗഡർ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, സോസ് ആഡ് ചെയ്യുന്നില്ല. ആ പൗഡർ ഒരു പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്രീം ചീസാണ്. ഞാനിത് ഈ ഒരു ഫിലാഡൽഫിയൻ്റെ ക്രീം ചീസാണ് ഇങ്ങനത്തെ പുഡിംഗ് ഡെസേർട്ട് റെസിപ്പീസിലേക്കൊക്കെ എടുക്കൽ. അതിന് പറ്റിയ ചീസാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 180 ഗ്രാം ചീസാണ് ഇതിലേക്ക് ഇട്ടത്. പിന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മളെ കയ്യിൽ പിന്നെ പുഡിംഗ് പൗഡർ ഇല്ലെങ്കിൽ നമ്മളിത് സാധാരണയുള്ള വാനിലിൻ്റെ പുഡിംഗ് പൗഡറോ അങ്ങനെ ഏതെങ്കിലും ഒരു പുഡിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടും. അങ്ങനെയാണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് ക്രീം ചീസ് ക്യൂബ് ഉള്ളതും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ക്രീമായിട്ട് തന്നെ വാങ്ങാൻ കിട്ടുന്ന ചീസാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് ക്യൂബൊക്കെ ആയിട്ടുള്ള ക്രീം ചീസ് കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഈ ക്രീമി ആയിട്ടുള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം ഞാനിപ്പോൾ ബേസിൽ നമ്മൾ ബിസ്ക്കറ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം അടിയിലൊന്ന് ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് മാറ്റി വെക്കുക, മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ബിസ്ക്കറ്റൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഈവൻ ആയിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മളെ ബൗളിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ പാത്രം ഏകദേശം 1.5-2 ലിറ്ററിൻ്റെ ഒരു പാത്രമാണ് പുഡിംഗ് സെറ്റ്. അപ്പോൾ നമ്മൾ പാത്രത്തിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കുക. ഇനി അധികം ഉണ്ടെങ്കിൽ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അധികം ഉണ്ടെങ്കിൽ നമുക്കൊരു വേറെ ബൗളിലും സെയിം രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് ഈവനായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ക്രീം ഇതിലേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. സെയിം ഒരു ചീസ് കേക്കിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന് കിട്ടുന്നത്. നമ്മൾ നോ ബേക്ക് ചീസ് കേക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ്. നമ്മൾ ചീസ് ക്രീമൊക്കെ ആഡ് ചെയ്തതിനെ കൊണ്ട് തന്നെ നല്ല എന്താ പറയുക, നല്ലൊരു ക്രീമി പുഡിങ്
ഫീലാണ് ഇത് കഴിക്കുമ്പോൾ. ബിസ്ക്കറ്റ് ലെയർ വേണമെങ്കിൽ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ടതാണ്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ മുകളിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ കൊടുക്കാണ്ട് അപ്പം അതിനനുസരിച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു ക്രീമിൻ്റെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ് ലെയർ കൊടുക്കണം. അതിന് ഞാൻ ഒരു കപ്പിൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ലെയറാണ് നമ്മൾ മുകളിൽ കൊടുക്കുന്നത്. എപ്പോഴും ചോക്ലേറ്റിന് ഒരു ഡബിളിനെയും കാട്ടി കൂടുതലായിട്ട് ക്രീം എടുത്തിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ലെയർ ടോപ്പിൽ ഒഴിച്ചു കൊടുക്കണം. ചൂട് തണിഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മളെ ചോക്ലേറ്റ് ഇവിടെ ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ഈ ക്രീമിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു 2 ബൗൾ, ഇതേപോലത്തെ ഒരു ബൗളും പിന്നെ ഒരു ചെറിയ ബൗളും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. പാത്രത്തിനനുസരിച്ചിട്ട് നമ്മളെ റെസിപ്പിയിൽ ചേഞ്ച് വരുത്താം. അപ്പോൾ അതാ എല്ലായിടത്തും ഒരേപോലെ ഈ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച കുറച്ച് ബാക്കിയുള്ള ബിസ്ക്കറ്റ് പൗഡർ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡെക്കറേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഒരു മിനിമം 3 to 4 hours വെച്ചിട്ട് നമുക്ക് പുഡിംഗ് സെർവ് ചെയ്യാം. നമുക്ക് സ്പെഷ്യൽ പാർട്ടീസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു പുഡിംഗാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പുഡിംഗ് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലും മതി വരില്ല, ഗ്യാരണ്ടിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.